നമസ്കാരം. കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ കോൺഗ്രസ് പാർട്ടി നയിക്കുന്ന UDFന് അനായാസം അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പിലൂടെ കേരളത്തിൽ അധികാരത്തിൽ വരുവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അതിനുള്ള പ്രധാന കാരണം മാർക്സിസ്റ്റ് പാർട്ടി നയിക്കുന്ന കേരളത്തിലെ LDF ഗവൺമെൻറ്റിൻ്റെ ദുർഭരണം തന്നെയാണ്. കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം കാണാൻ ശ്രമിക്കാതെ എല്ലാ മേഖലകളിലും അധികാര ദുർവിനിയോഗം നടത്തി ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരെ വ്യാപകമായ രാഷ്ട്രീയ അടിയൊഴുക്കുകളാണ് ഇപ്പോൾ താഴെത്തട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി നയിക്കുന്ന UDF വൻ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരണമെങ്കിൽ അതിനാദ്യം വേണ്ടുന്നത് സംസ്ഥാന കോൺഗ്രസ് പാർട്ടിയിലുള്ള എല്ലാ നേതാക്കന്മാരും തമ്മിലുള്ള ഐക്യം തന്നെയാണ്. അതില്ലെങ്കിൽ പഴയ പോലെ കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ കുതികാൽ വെട്ടി കോൺഗ്രസ് പാർട്ടിയെ അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പിലും നശിപ്പിക്കാൻ ശ്രമിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ കുറേ കാലങ്ങളായി അഴിമതി ആരോപണങ്ങളുടെ നടുവിൽപ്പെട്ട് വലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെയുള്ള പല അഴിമതി ആരോപണങ്ങളും ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും അടുത്തു തന്നെ അദ്ദേഹത്തിനെതിരെയുള്ള ചില അഴിമതി ആരോപണങ്ങളിൽ അദ്ദേഹം കുടുങ്ങാൻ ചാൻസ് ഉണ്ട് എന്നാണ് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരായ VD സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിൽ ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കടിപിടി തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് മാധ്യമങ്ങൾ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സത്യമാണെങ്കിൽ ഇന്നത്തെ പരിതസ്ഥിതിയിൽ കോൺഗ്രസ് പാർട്ടിക്ക് അത് നല്ലതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കോൺഗ്രസ് പാർട്ടി നേതൃത്വം നൽകുന്ന UDFന് ആദ്യം അസംബ്ലിയിൽ ഭൂരിപക്ഷം കിട്ടിയതിനു ശേഷം മാത്രമേ VD സതീശനും രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുവാൻ പാടുള്ളൂ. കോൺഗ്രസ് സംസ്ഥാന നേതാക്കളുടെ ഗ്രൂപ്പ് കളിയിലൂടെ കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അധികാരം ഇതിനോടകം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ ജനാധിപത്യം ഇന്ത്യയിൽ തുടർന്ന് പോകണമെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഇനി നടക്കാൻ പോകുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിലൂടെ സംസ്ഥാനങ്ങളിൽ അധികാരത്തിൽ വന്നേ പറ്റൂ. എന്നാൽ മാത്രമേ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJPയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ശക്തമായി നേരിടുവാൻ പറ്റുകയുള്ളൂ.